മഹാനായ മുആദ് തങ്ങളോട് പറയുന്ന മുആദേ, നാളെ പരലോകത്തിലോട്ട് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരാണെന്നറിയോ? രണ്ടാമത്തെ വിഭാഗം എന്നത് റസൂലുള്ള പറയുന്നു, പന്നിയുടെ കോലത്തിൽ നാളെ പരലോകത്തിലേക്ക് കടന്നു വരികയാണ്. അലാ സൂറത്തിൽ ഖനാസീർ, പന്നിയുടെ കോലമാണല്ലോ, പന്നിയുടെ രൂപത്തിൽ നാളെ പരലോകത്തിലോട്ട് കടന്നു വരികയാണ്. മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, നബിയേ, ആരാണ് റസൂലേ? നാളെ പരലോകത്തിലേക്ക് പന്നിയുടെ കോലത്തിൽ കടന്നു വരുന്ന ഹതഭാഗ്യരായ വിഭാഗമാരാ നബിയേ? റസൂലുള്ള പറഞ്ഞു, മുആദേ, ഹൗലാഇല്ലദീന യതഹാവനൂന ഫിസ്സലാത്ത്, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരാണ്, നമസ്കാരത്തെ നിസാരമാക്കി കളഞ്ഞവരാണ്, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരാണ്. നാളെ റബ്ബിന്റെ പരലോകത്തിലേക്ക് കടന്നു വരുമ്പോ പന്നിയുടെ കോലമാണല്ലോ. ഖബറിലേക്ക് വെച്ചപ്പോ നല്ല മനുഷ്യന്റെ മുഖമായിരുന്നു, ഖബറിലേക്ക് വെച്ചപ്പോ മനുഷ്യന്റെ മുഖമായിരുന്നു. പക്ഷേ നാളെ പരലോകത്തിലോട്ട് കടന്നു വരുമ്പോ അല്ലാഹുവേ, പന്നിയുടെ കോലമായി പോവുകയാണ്. യുനാദിലു മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നതാ വിളിച്ചു പറയുകയാണ്, പടച്ചവനെ, ആ വരുന്നതാരാന്നറിയുമോ? പന്നിയുടെ രൂപത്തിൽ പരലോകത്തിലേക്ക് വരുന്നതാരാന്നറിയുമോ? അവിടുന്ന് വിളിച്ചു പറയുന്നു, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരാണ്, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരാണ്. എന്റെ പ്രിയമുള്ളവരെ, നമസ്കരിക്കാത്തവരെന്നല്ല, അല്ലാഹു തആല നിർബന്ധമായി നിർവഹിക്കാൻ പറഞ്ഞിരിക്കുന്ന ആ നമസ്കാരത്തെ നിസാരപ്പെടുത്തിയെങ്കില്, അതിനെ താഴ്ത്തിക്കളഞ്ഞെങ്കില്, ഗൗരവത്തിലെടുക്കാതിരുന്ന നാളെ പരലോകത്തിലോട്ട് കടന്നു വരുമ്പോ പന്നിയുടെ കോലത്തിൽ വരേണ്ടി വരുമെന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പന്നിയുടെ രൂപം ആര്? നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവർ. ചെറുപ്പക്കാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, ഗൗരവത്തോടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ. ആർക്കും മനസ്സിലാകാത്ത കാര്യമൊന്നല്ല പറയുന്നത്. നിസ്കാരത്തെ അങ്ങ് നിസാരമാക്കിയാൽ നാളെ റബ്ബിന്റെ കോടതിയിലുള്ള ശിക്ഷയാണ് ഈ പറയുന്നത്. അല്ലാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എങ്ങനെ നിസ്സാരാക്കും ഉസ്താദേ? ഒരു മനുഷ്യനെ നിസ്സാരാക്കൽ എങ്ങനെയാണ്? അത് നമുക്ക് എല്ലാവർക്കും സാധാരണഗതിയിൽ ഊഹിച്ചാൽ അറിയാവുന്നതാണ്. പള്ളിയുടെ മുന്നിലൂടെ പോകുന്നു, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു, നെവർമെന്റ് ആക്കിയിട്ട് അങ്ങ് നടന്നു പോവുക, ഒരു കാര്യമില്ല, വെറുതെ ചുമ്മാ നിസ്കാരത്തെ പിന്തിപ്പിക്കുക. നിസ്കാരം എന്ന് പറയുന്ന വിഷയത്തിന് ഒരു ഗൗരവം കൊടുക്കാതിരിക്കുക, എന്തെല്ലോ ആലോചിച്ചുകൊണ്ട് ഒരു ചടങ്ങ് പൂർത്തീകരിക്കുന്ന പോലെ അങ്ങോട്ട് നിസ്കരിക്കുക, അല്ലേ? വെറുതെ നിസ്കാരം കളയാക്കി. ഇങ്ങനെ നിസ്കാരത്തെ എങ്ങനെയൊക്കെയാണോ നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്നത്, അങ്ങനെ നിസ്സാരപ്പെടുത്തി കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ, അല്ലേ? നിസ്കരിക്കുന്ന ആളുകൾക്ക് വൈലെന്ന നരകം. എങ്ങനെ? നിസ്കാരത്തിന്റെ സമയത്തെ തൊട്ട് അശ്രദ്ധരായി നിസ്കാരത്തെ ശ്രദ്ധിക്കാതിരിക്കുന്ന ആളുകൾക്ക് നരകം പോലും ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ, അല്ലാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇപ്പൊ വലിയ പ്രതിസന്ധിയുടെ കാലാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് രണ്ട് കാര്യം കൊണ്ട് നിങ്ങൾ സഹായം തേടണം, അല്ലേ? രണ്ട് കാര്യം. അവസാന കാലാകുമ്പോ ഈ ഉമ്മത്തിന് വലിയ നാശം വരും, ഈ ഉമ്മത്ത് വലിയ പ്രതിസന്ധിയിലാകും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ പരിഹാരം തേടി ആര്? അവിടുത്തെ സ്വഹാബികൾ. യാ റസൂലല്ലാഹ്, എന്താണ് അന്നത്തെ പരിഹാരം നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, സ്വഹാബാ,
നാളെ പരലോകത്തിലോട്ട് കടന്നു വരുന്നതിന്റെ എന്റെ പ്രിയമുള്ളവരെ അഹ്വാലുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ രണ്ടാമത്തെ വിഭാഗം നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരാണല്ലോ. ആ നിസ്കാരത്തിന്റെ പവർ എത്രയാണ്? ഹബീബായ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, ഈ ഉമ്മത്തിന് നാശം കടന്നു വരുന്നൊരു സമയം വരാനുണ്ട്. ഈ ഉമ്മത്തിന് വലിയ പ്രതിസന്ധി പ്രയാസം വരുന്നൊരു ഘട്ടം വരാനുണ്ട്. അന്നത്തെ അവരുടെ പരിഹാരം എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് നിസ്കാരം, രണ്ട് തസ്ബീഹ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടാൻ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തുകയാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിയ ഇലസ്സലാഹ്. ഹബീബായ തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ, ഹബീബായ തങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിലോ, എന്തെങ്കിലും പ്രയാസം വന്നാ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിലേക്ക് ഓടുകയാണ്. നമസ്കാരത്തിലേക്ക് ഉളരുമെന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു. ഒന്ന് പ്രകൃതി ഒന്ന് കടുത്താൽ, വല്ല ഖുസൂഫോ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ഉണ്ടായാൽ, അതേപോലെ എന്തെങ്കിലും ഒരു പ്രയാസം, കാലാവസ്ഥ വ്യതിയാനം വന്നാൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി പ്രയാസം വന്നാൽ നബിതങ്ങൾ നിസ്കാരത്തിലേക്ക് ഓടുമായിരുന്നു. നിസ്കാരത്തിലേക്ക് പെട്ടെന്ന് ചെയ്യുന്ന പണി നമസ്കാരമായിരുന്നു. നമ്മൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട് ഉസ്താദെ, അങ്ങനെ പ്രശ്നം, ഇവിടെ പ്രോബ്ലം, മറ്റിടത്ത് പ്രോബ്ലം, കച്ചവടത്തിൽ പ്രോബ്ലം ഉണ്ട്, പഠനത്തിൽ പ്രശ്നമുണ്ട്, വീട്ടിൽ പ്രശ്നമുണ്ട്, അസുഖങ്ങളുണ്ട്. ഉസ്താദുമാരോട് മുഴുവനും നമ്മൾ പറയും. ആ പറയാൻ വരുന്ന അന്ന് ആലോചിക്കുക, ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ ഞാൻ, അല്ലേ? ഇന്നത്തെ സുബഹി ഖളാക്കിയിട്ടാണ് വന്നിട്ട് പറയുന്നത്, ഉസ്താദെ എന്റെ കച്ചവടം പൊളിഞ്ഞു പോയി. എങ്ങനെയാണ് നമുക്ക് പിന്നെ പരിഹാരം ഉണ്ടാകുന്നത്? ആദ്യം റബ്ബിനോട് പറയണം നമ്മുടെ മനസ്സിന്റെ പ്രയാസങ്ങൾ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു എന്നറിഞ്ഞാൽ നബി തങ്ങൾ ആദ്യം ചെയ്യുന്ന പരിപാടി നമസ്കാരമാണ്. നമ്മൾ ആരെങ്കിലും നമസ്കരിക്കാറുണ്ടോ? പ്രശ്നമില്ലാത്ത, രോഗമില്ലാത്ത, പ്രയാസമില്ലാത്ത ആരാ ഇവിടെ ഉള്ളത്? നമ്മൾ ഇന്നേ വരെ ഒരു 2 റക്അത്ത് നമസ്കരിച്ച് അല്ലാഹുവോട് പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിയ ഇലസ്സലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ എന്തെങ്കിലും പ്രയാസം വന്നാ ആദ്യം ചെയ്യുന്ന പരിപാടി നമസ്കാരമാണ്. നാട്ടുകാരോട് പറയലല്ലോ, കൂട്ടുകാരോട് പറയുന്നതിന്റെ മുന്നേ അല്ലാഹു തആലയുടെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിക്കലാണ്. എന്നിട്ട് റബ്ബിനോട് അങ്ങ് ദുആ ചെയ്യലാണ്. നമ്മളിതൊന്നും ചെയ്യാതെ എല്ലാവരോടും പറയും, അല്ലേ? എല്ലാ ആളുകളോടും ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് പ്രോബ്ലമാണ്, കച്ചവടമൊക്കെ ഇന്ന് പണ്ടത്തെ പോലെ ഇല്ല, അഭിവൃദ്ധി ഇല്ല എന്ന് പറയും. നമ്മൾ അല്ലാഹുവിനോട് പറയാറുണ്ട്? ഓരോരുത്തർ ആലോചിച്ചു നോക്കുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് നമസ്കാരത്തിലേക്ക് ഓടുമായിരുന്നു. ഈ പ്രതിസന്ധി കാലത്ത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പരിഹാരമാണ് നമസ്കാരം. നമ്മുടെ നമസ്കാരം നമ്മൾ എത്രത്തോളം കൃത്യമായി നിർവഹിക്കുന്നു, നമ്മൾ പ്രകടനം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമ്മൾ എടുക്കേണ്ട പണി, അള്ളയായിട്ടുള്ള നമ്മുടെ റിലേഷൻ എന്തെങ്കിലും കോട്ടം തട്ടുന്നുണ്ടോ? ഈ ഉമ്മത്തിന് പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ മോശാകുമ്പോഴാണ്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ ഉമ്മത്തിനൊക്കെ പ്രയാസം ഉണ്ടായത്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനത്ത് ഒരു ഭൂമികുലുക്കുണ്ടായി. ആളുകളെല്ലാം വിളിച്ചുകൂട്ടി. അവിടെ നിന്ന് പറഞ്ഞു, അതിന്റെ ശേഷം പറഞ്ഞു, മദീനത്തെ പള്ളിയുടെ പരിസരത്തുനിന്ന് ബഹുമാനപ്പെട്ട ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനിയൊരു ഭൂമികുലുക്കുണ്ടായാൽ ഞാൻ ഈ മദീനത്ത് നിൽക്കില്ല, ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. യാ അമീറൽ മുഅ്മിനീൻ, എന്താ അങ്ങനെ പറയുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, നമ്മുടെ നാട്ടുകാര് മോശമാകുമ്പോഴാണ് നമുക്ക് അല്ലാഹു പ്രയാസങ്ങൾ തരുന്നത്. നമ്മൾ അല്ലാഹുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വരുമ്പോഴാണ് നമ്മൾക്ക് പ്രതിസന്ധികൾ വരുന്നത്.
എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ സകല പ്രതിസന്ധിയുടെയും റീസൺ നമ്മൾ തന്നെയാണ്. അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ, അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറാനുള്ള പ്രാഥമികമായിട്ടുള്ള ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് അടുക്കുക എന്നതാണ്. സ്വാലിഹോ അല്ലാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധമുണ്ടല്ലോ, അത് ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ല രൂപത്തിലാണോ, ഏത് പ്രതിസന്ധി വന്നാലും അല്ലാഹു തആല നമുക്ക് ക്ഷമ നൽകുമല്ലോ, സഹിക്കാനുള്ള ത്രാണി അല്ലാഹു തരുമല്ലോ, ക്ഷമയെന്ന് പറയുന്ന വജ്രായുധം അല്ലാഹു നമ്മൾക്ക് തരുമല്ലോ. അതുകൊണ്ട് സ്വാലിഹോ അല്ലാഹുവിനോട് നല്ല രൂപത്തിലോ, അല്ലാഹു തആല പറഞ്ഞതെല്ലാം കൃത്യമായി ചെയ്യുന്ന രൂപത്തിലോ, റബ്ബേ ഇന്നേവരെ ഇതുവരെ ഞാൻ തോന്നിയ പോലെ ജീവിച്ചവനാണ്, ഇനി മുതൽ ഞാൻ നന്നാവുകയാണല്ലോ, ആ പ്രതിജ്ഞയോടെ തൗബയുടെ മനസ്സ് നമുക്കുണ്ടാകുമ്പോ അല്ലാഹു തആല എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാക്കും. അല്ലാഹുവേ തൗഫീഖ് തരണേ റബ്ബേ. അധികാരം നഷ്ടമാകുന്നത് ആ സമൂഹത്തിൽ തെറ്റുവർദ്ധിച്ചത് കൊണ്ടാണ്. സൈപ്രസ് കീഴടക്കി മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് സൈപ്രസ് കീഴടങ്ങി ഇസ്ലാമിക സമൂഹത്തിന് ആ രാജ്യമാ പ്രദേശം ലഭിക്കുന്നു. അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട അമീർ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. എല്ലാ സോൾജിയേഴ്സും സന്തോഷിക്കുമ്പോ വലിയൊരു സാമ്രാജ്യമാണ് ലഭിച്ചത്. ഇസ്ലാമിക റിപ്പബ്ലിക്കിലുള്ള എല്ലാവരും സന്തോഷിക്കുന്നു. പട്ടാളക്കാര്, മുഅ്മിനീങ്ങൾ എല്ലാവരും ആഹ്ലാദിക്കുമ്പോ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു കരയുകയാണ്. പൊട്ടി കരയുന്നു. ചോദിച്ചു, യാ അബൂദർദാ, എന്തിനാണങ്ങ് കരയുന്നത്? എല്ലാവരും സന്തോഷിക്കുന്ന സമയമാണല്ലോ, എന്തിനാണങ്ങ് കരയുന്നത്? അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, സൈപ്രസുകാര് തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവർക്കുള്ള അധികാരം അല്ലാഹു എടുത്തു കളയുന്നത്. സൈപ്രസുകാര് തെറ്റ് ചെയ്തത് കൊണ്ട്, അതുകൊണ്ടാണ് അവരുടെ അധികാരം അല്ലാഹു എടുത്തു കളഞ്ഞത്. ഇനി നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ അധികാരം അല്ലാഹു എടുത്തു കൊണ്ടുപോകുമല്ലോ എന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു. നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടാണ്, അല്ലാഹുമായിട്ടുള്ള ബന്ധം മോശമാകുമ്പോഴാണ് ഈ ഉമ്മത്തിന് പ്രയാസമുണ്ടാകുന്നത്. നമ്മുടെ പ്രതിസന്ധിയുടെ ബേസിക് റീസൺ അതാണ്, അല്ലാഹുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിള്ളൽ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലഖദ് അർസൽനാ ഇലാ ഉമ്മമിൻ മിൻ ഖബ്ലിക. അല്ലാഹുവിന്റെ ഹബീബിനോടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നബിയെ, അങ്ങേക്ക് മുൻപും ഒരുപാട് നബിമാരെ ഓരോ ഉമ്മത്തികളിലേക്കും പറഞ്ഞയക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാ. ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിന്? ലഅല്ലക്കും. എന്തിനാണ്? ലഅല്ലക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ താണുകയാണ് അല്ലാഹുവിലേക്ക്, നന്ദിയോടെ താണുകയാണ് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മുൻഗാമികളിൽ അല്ലാഹു പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊടുത്തത് താണുകയാണ് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. തൗബ ചെയ്തുകൊണ്ട് എല്ലാ പാപങ്ങളെയും എല്ലാ തിന്മകളെയും മായ്ച്ചു കളഞ്ഞ് റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് ഓരോ ഉമ്മത്തികളിലേക്കും അല്ലാഹു പ്രയാസം കൊടുക്കുന്നത്. ഓരോ പ്രയാസമല്ല കൊടുക്കുന്നത്, നമ്മൾ താണുകയാണ് റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. അല്ലാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമുക്ക് ബേസിക്കലി അല്ലാഹുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കണം, മനോഹരാക്കണം. അപ്പോഴേ നമുക്ക് ഉന്നതി ഉണ്ടാവുകയുള്ളൂ. ദീന് കൊണ്ടാണ് നമുക്ക് ഇസ്സത്ത് ഉണ്ടായത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്ന ഒരു മനോഹരമായ ഇസ്ലാമിന്റെ ഒരു ആദർശ വീഥിയുണ്ട്, ഒരു പന്ഥാവുണ്ട്.
അതിലൂടെയാണ് നമുക്ക് ഇസ്സത്ത് ഉണ്ടായത് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരാവുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ കൂട്ടങ്ങൾ ഏൽപ്പിക്കാൻ അവിടുത്തെ പാത്രിയാർക്കീസുമാർ, അവിടുത്തെ ക്രിസ്ത്യാനികൾ, അതിന്റെ മേലധ്യക്ഷന്മാർ തീരുമാനിക്കുകയാണ്. പലസ്തീനിലുള്ള ജെറുസലേം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ബൈത്തുൽ മുഖദ്ദസ് ക്രിസ്ത്യാനികളുടെ കയ്യിലായിരുന്നു. അത് മോചിപ്പിച്ച് അതിന്റെ താക്കോൽ കൂട്ടം, അതിന്റെ അധികാരം ഇസ്ലാമിന് കൈമാറാൻ അവർ തീരുമാനിച്ചു ക്രിസ്ത്യാനികൾ. അന്ന് തമീറായ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് ഇത് ചടങ്ങ്, ഈ താക്കോൽ കൂട്ടങ്ങൾ ഏൽപ്പിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്കൊക്കെ ഭയങ്കര ആഹ്ലാദമായി. അവരെല്ലാവരും കാത്തിരിക്കുന്നു ആരെ? ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് മഹാനായ അമീർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിവാരം, അവിടുത്തെ കുതിരകൾ, കുളമ്പടികൾ, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. വലിയൊരു ചടങ്ങാ നടക്കാൻ പോകുന്ന. ഇന്ന് ഉച്ചകോടിയിലെ നമ്മുടെ പ്രധാനമന്ത്രിയും ആളുകളൊക്കെ ഇങ്ങനെ പോകാറുണ്ടല്ലോ ഉച്ചകോടിക്ക് ഒരുപാട് പരിവാരങ്ങളുമായിട്ട്. അതേപോലെ മഹാനായ ഉമറുൽ ഖത്താബ് തങ്ങൾ തന്റെ പരിവാരങ്ങളോടുകൂടി ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തിലേക്ക് വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ മുഅ്മിനീങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നേരത്ത് വലിയ ചടങ്ങാ നടക്കാൻ പോകുന്നത് സാർക്ക് ഉച്ചകോടി അല്ലെ, G20 രാജ്യങ്ങളുടെ ഉച്ചകോടികളൊക്കെ പലപ്പോഴും നടക്കാറുണ്ട്. എന്തു മനോഹരമായിട്ട് ഓരോ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും മാക്സിമം ഉദ്യോഗസ്ഥരെയും പരിവാരങ്ങളും എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങളും ഒക്കെ ആയിട്ടാണ് പോവുക. ഇത് വലിയൊരു ഉടമ്പടിയാ, വലിയൊരു ചടങ്ങാ നടക്കാൻ പോകുന്നത്. ബൈത്തുൽ മുഖദ്ദസിന്റെ അധികാരം ഇസ്ലാമിനെ ഏൽപ്പിക്കാൻ പോവാണ്. ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങളൊക്കെ, അർദുൽ മുഖദ്ദസിലുള്ള ആ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ ഫാറൂഖ് തങ്ങളുടെ ആ ഗംഭീര വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരൊട്ടകം ഇങ്ങനെ വരുന്നുണ്ട്. അകലെ നിന്ന് ഒരു ഒട്ടകം വരുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, റബ്ബേ ആരാ വരുന്നത്? ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒട്ടകപ്പുറത്തൊരു ആളിരിക്കുന്നുണ്ട്, വേറെ ആരുമില്ല. ഒട്ടകപ്പുറത്ത് ഒരുത്തൻ ഇരിക്കുന്നുണ്ട്, ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു വരികയാണ്. ആളുകളെല്ലാവർക്കും ഭയങ്കര സങ്കടമായി, ആളുകൾക്കെല്ലാം ഭയങ്കര ദുഃഖമായി. വലിയൊരു പരിവാരവും വലിയ മഞ്ചലുകളും കുതിര ഉടമ്പടികളും ഒക്കെ പ്രതീക്ഷിച്ച ആളുകളുടെ മുന്നിലേക്ക് ഒരു ഒട്ടകം ഇങ്ങനെ കടന്നു വരികയാണ്. അതും അതിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ട് ഈ രാജ്യത്തിന്റെ, ആ നാടിന്റെ ഖലീഫ, പ്രസിഡന്റ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വസ്ത്രത്തിലൊക്കെ ചളി പുരണ്ടിട്ടുണ്ട്, കാൽഭാഗത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചളി പുരണ്ടിട്ടുണ്ട്. ആളുകളെല്ലാവരും സങ്കടത്തോടെ പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഏറ്റവും മനോഹരമായ ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത്. ഒന്ന് മനോഹരമായിട്ട് ഒരുപാട് പടയാളികളെ കൂട്ടിയിട്ട് വന്നുകൂടെ? ക്രിസ്ത്യാനികളെ മുന്നില് നമ്മുടെ അഭിമാനം നമുക്കൊന്ന് സംരക്ഷിക്കണ്ടേ? എന്തിനാണ് ഇങ്ങനെ നടന്നു വരുന്നത്? അടിമയെ ഒട്ടകപ്പുറത്തിരുത്തിയിട്ട് എന്തിനാണ് അങ്ങ് നടന്നു വരുന്നത്? ഒരു സാധാരണക്കാരനാണോ? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ആണല്ലോ. നല്ലൊരു വസ്ത്രമായി കൂടെ? ഇങ്ങനെ ചളിപുരണ്ട വസ്ത്രം ഇട്ടിട്ടു. അല്ലാഹുവേ, സാധാരണ വാഹനമായ ഒട്ടകം അതിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ടു ഇങ്ങനെ തനിയെ നടന്നു വരണോ? അമീറുൽ മുഅ്മിനീനോട് ആളുകളെല്ലാം പരാതി പറയുകയാണ്. അവിടുത്തെ മുസ്ലിമീങ്ങളല്ലോ ഇങ്ങനെ പരാതി പറഞ്ഞപ്പോ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടെയുള്ളവരോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, അയ്യുഹൽ മുസ്ലിമൂ, ഓ മുസ്ലിമീങ്ങളെ, നഹ്നു ഖൗമുൻ അസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഈ ഉമ്മത്തിന് ഇസ്ലാം കൊണ്ടാണ് ഇസ്സത്ത് ഉണ്ടാകുന്നത്. ഫമൻ ഇബ്തഗൽ ഇസ്സ ബിഗൈരിൽ ഇസ്ലാം അദല്ലഹുല്ലാഹ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടെയുള്ളവരോടാ പറഞ്ഞു കൊടുക്കുന്നത്, ഇസ്ലാം കൊണ്ട് ഇസ്സത്തുണ്ടായ സമൂഹമാണല്ലോ, ഇസ്ലാം കൊണ്ട് ഇസ്സത്തുണ്ടായ സമൂഹമാണല്ലോ. അല്ലാതെ എന്റെ
വസ്ത്രത്തിലല്ല, എന്റെ വാഹനത്തിലല്ല, എന്റെ പടയാളിയുടെ കരുത്തിലല്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ റബ്ബുണ്ടോ, അങ്ങനെയാ നമുക്ക് ഇസ്സത്ത് ഉണ്ടാകുന്നത്. അല്ലാതെ എന്റെ മനോഹരമായ വസ്ത്രം കൊണ്ടല്ല, എന്റെ മനോഹരമായ പടയാളികളെ കൊണ്ടല്ല, വാഹനത്തിന്റെ പൈലറ്റ് അകമ്പടി കൊണ്ടല്ല. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ-ഇസ്ലാം ഫമൻ ഇബ്തഗൽ ഇസ്സത ബിഗൈരിൽ ഇസ്ലാം അദല്ലഹുല്ലാഹ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പരിശുദ്ധമായ ദീനല്ലാതെ വേറെ ചിലതാണ് അഭിമാനമെന്ന് കരുതിയാ, എന്റെ വസ്ത്രമാണ് അഭിമാനം, എന്റെ മനോഹരമായ കുതിര പടയാളികളാണ് അഭിമാനമെന്ന് കരുതി കഴിഞ്ഞാ, മഹാനായ ഫാറൂഖ് തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹു തആല നിന്യമാക്കുമല്ലോ, അല്ലാഹു തആല താഴ്ത്തി കളയുമല്ലോ, ഒന്നിനും പറ്റാത്തവരാക്കി കളയുമല്ലോ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മുസ്ലിമീങ്ങളെ, ഞാനും എന്റെ അടിമയും മദീനത്ത് നടക്കാൻ തുടങ്ങിയതാണല്ലോ, ഊഴം വെച്ചുകൊണ്ടാ ഞങ്ങൾ നടക്കുന്നത്. കുറെ നേരം ഞാൻ ഒട്ടകപ്പുറത്തിരിക്കും, ആ സമയത്ത് അടിമയാണ് കടിഞ്ഞാൻ പിടിച്ച് നടക്കുന്നത്. കുറെ നേരം കഴിഞ്ഞോ എന്റെ ഊഴമാകുമ്പോ ഞാനതാ ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങുകയാണ്, എന്നിട്ട് ഞാൻ കടിഞ്ഞാണ് പിടിക്കുകയാണ്. ആ നേരത്ത് എന്റെ അടിമയുണ്ടല്ലോ ഒട്ടകപ്പുറത്തതാ കേറിയിരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തെത്തിയപ്പോ അല്ലാഹുവേ, ഫാറൂഖ് തങ്ങളതാ പറയുകയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരമായപ്പോ എന്റെ ഊഴമല്ല, എന്റെ അടിമയുടെ ഊഴമാ വരുന്നത്. പിന്നെ ഞാൻ ഒട്ടകപ്പുറത്തിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ താഴെയിറങ്ങി, എന്റെ അടിമ ഇതാ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ആളുകൾ കാണുമല്ലോ വാഹനം ഓടിച്ചുകൊണ്ട് ഖലീഫ നടക്കുന്നത്. അതൊന്നും ഓർക്കാൻ നേരമില്ല. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ-ഇസ്ലാം. ഇസ്ലാം കൊണ്ട് നമുക്ക് ഇസ്സത്ത് ഉണ്ടായത്. ആ ബോധാണ് കൽബിലുള്ളത്. അവരൊക്കെ പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി റാഹത്തോടെ അങ്ങ് പോയി മുത്തുനബി തങ്ങൾ അടുത്ത് ചെന്ന് കിടക്കാൻ. അള്ളാഹു അവരുടെ പൊരുത്തം കൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹു മനോഹരാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. അവര് ദുനിയാവിന്റെ സമ്പത്തിലോ ദുനിയവിയായ ഒരു കാര്യത്തിലും അവർ അഭിമാനം കണ്ടില്ല. അവർ കണ്ടത് ഈ ദീനാണ് എനിക്ക് അഭിമാനം തന്നത്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് അഭിമാനം തന്നത് എന്റെ ദീനാണ്. ആ അഭിമാനമുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ എസ്കെഎസ്എഫുകാർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ആരെന്തു പറഞ്ഞാലും ആരെന്തു കുറ്റം പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ച പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്ത് അനുഭവിച്ച പോലെ ഒരു പ്രയാസവും നമുക്ക് ആർക്കും അനുഭവിക്കേണ്ടതായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നാളെ റബ്ബ് ചോദിക്കും, എടാ ദീനിന് വേണ്ടി നീ എന്തു ചെയ്തു? എടാ അള്ളാഹ് ചോദിക്കും, എന്റെ ദീനിന് വേണ്ടി നീ എന്തു ചെയ്തു? നമുക്ക് എന്തു പറയാൻ പറ്റും? ഞാൻ നല്ല വീടുണ്ടാക്കിയ റബ്ബേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നല്ല ഗേറ്റ് കെട്ടിയ റബ്ബേ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ നല്ല കാറ് മേടിച്ചു റബ്ബേ കാര്യമുണ്ടോ? നിങ്ങള് എന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി നീ എന്തേടാ ചെയ്തതെന്ന് റബ്ബ് നാളെ ചോദിച്ചാ അല്ലാഹുവിന്റെ മുന്നിൽ അഭിമാനത്തോടെ പറയാൻ കഴിയണം. അഭിമാനത്തോടെ പറയാൻ കഴിയണം, റബ്ബേ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചു, അല്ലാഹ് ദീനിന് വേണ്ടി പ്രവർത്തിച്ചു റബ്ബേ. അതിനാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഈ ദുനിയാവിൽ ആളാകാനോ പൈസ ഉണ്ടാക്കാനോ അല്ല. ആഖിറത്തിൽ റബ്ബിന്റെ മുന്നിൽ ഇങ്ങനെ നെഞ്ചു വിടർത്തി നിൽക്കാൻ പറ്റണം. ആരാണോ എതിർക്കുന്നത്, ആരാണോ തളർത്തുന്നത്, അവരെല്ലാം നാളെ റബ്ബിന്റെ മുന്നിൽ ഈ നെഞ്ചിന്റെ വീര് നാളെ കാണില്ല. കുറ്റം പറയുന്നവരെല്ലാം പറഞ്ഞുകൊള്ളട്ടെ,
പ്രയാസപ്പെടുത്തുന്നത് പ്രയാസപ്പെടുത്തട്ടെ, ചവിട്ടി മതിക്കുന്നവർ മെതിക്കട്ടെ. ഈ പച്ച മണ്ണി ചെന്ന് കിടക്കുമ്പോ അല്ലാഹുവിന്റെ മലായികത്തെ കിറാമിന്റെ ആ തിരുനോട്ടമുണ്ടല്ലോ, അവരുടെ കൂട്ടുണ്ടല്ലോ, അല്ലാഹു നമ്മൾക്ക് തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഇങ്ങനെയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് അന്തസ് നമ്മുടെ പരിശുദ്ധമായ ദീനാണ്. ദീൻ എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ ആലിമീങ്ങൾ ആരിഫീങ്ങൾ. നേരത്തെ പ്രിയപ്പെട്ട ഇർഫാനി ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ, കാളമ്പാടി ഉസ്താദിന്റെ നേരിട്ടുള്ള അനുഭവം. എവിടെന്നോ കേട്ടു പറഞ്ഞതല്ല, ബാലരമ വായിച്ചു പറഞ്ഞതല്ല, സുപ്രഭാതത്തിൽ നോക്കി പറഞ്ഞതല്ല, നേരിട്ട് അദ്ദേഹം അനുഭവിച്ച യാഥാർത്ഥ്യം അദ്ദേഹം ഇവിടെ പറഞ്ഞു. മരിക്കുന്നതിന്റെ മുന്നേ സാധാരണ ബെല്ലടിച്ച സ്പോട്ടിൽ ക്ലാസ് നിർത്തി പോകാറുള്ള കാളമ്പാടി ഉസ്താദ് അവസാനത്തെ സബക്കിന്റെ സമയം കിതാബ് കൃത്യമായ ഒരു വഖഫിലേക്ക് എത്തിക്കുന്നു. ഇത് കഴിഞ്ഞ നാളെ അള്ളാന്റെ റസൂലിന്റെ ഹദീസ് പറയാൻ എനിക്ക് ആയുസ് ഉണ്ടാവില്ല എന്നറിയാം, അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ഒരു 15 മിനിറ്റ് കൂടെ തരുവോ. അങ്ങനെ 15 മിനിറ്റ് കൂടെ മുത്തുനബി തങ്ങളെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ അങ്ങ് റബ്ബിലേക്ക് നടന്നുപോയി. അവരാണ് നമ്മളെ നയിച്ച മഹാനായ കാളമ്പാടി ഉസ്താദ്. അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് തരട്ടെ, അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് തരട്ടെ. നാളെ ആഖിറത്തിന്റെ ലോകത്ത് നമ്മുടെ കൈ പിടിക്കാൻ അവരുണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അങ്ങനെയുള്ള മുത്തഖീങ്ങളായ നല്ല ഇഖ്ലാസുള്ള പ്രവർത്തകരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. കണ്ണിയത്ത് ഉസ്താദ് ദ്വാരം നിട്ടു മുഅ്മിനീങ്ങളെ. ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, പറയുന്നവരെന്തെങ്കിലും പറയട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് നെഞ്ചോട് ചേർത്തോ. നാളെ ആഖിറത്തിന്റെ ലോകത്ത് വിജയമുണ്ട്, ഒരു സംശയവുമില്ല. കാരണം നമുക്ക് ഉറപ്പ് തരുന്നത് മഹാനായ ആരിഫായ ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹു, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അതേപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ഇവരൊക്കെ ആരിഫീങ്ങളാണ്. അള്ളാഹ് ഇഷ്ടമുള്ള വലിയ മനുഷ്യന്മാരാണ്. അവരുടെ പൊരുത്തം മദദ് നാളെ ആഖിറത്തിൽ കിട്ടും, സംശയമില്ല. ഓരോ കാലഘട്ടത്തിലെയും ആലിമീങ്ങളുടെ പേരിലാണ് അന്നത്തെ ജനങ്ങളെ മുഴുവനും ആഖിറത്തിൽ വിളിച്ചു കൂട്ടുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ആഖിറത്തിന്റെ ലോകത്ത് ശംസുൽ ഉലമാ റഹ്മത്തുള്ളാഹി അലൈഹി വിളിക്കുമ്പോൾ പിന്നിൽ നമുക്ക് അന്തസ്സോടെ വരി നിൽക്കാൻ കഴിയണം. ബാക്കിൽ ചെന്ന് മുന്നിലൊന്നും പോയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ബാക്കിൽ ശംസുൽ ഉലമാന്റെ പുറകിൽ ചെന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയാ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെല്ലാവരും അതിനു വേണ്ടിയാ പരിശ്രമിക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മുടെ ഇസ്സത്ത് നമ്മുടെ പരിശുദ്ധമായ ദീനാണ്. ഈ ദീനാണ് നമ്മുടെ ഇസ്സത്ത്. അല്ലാഹു അങ്ങനെ നമ്മുടെ ഖൽബിൽ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനസ്സ് നമുക്ക് അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ രണ്ടാമത്തെ വിഭാഗം ഞാൻ പറഞ്ഞു, നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയവർ. എങ്ങനെ നാളെ പരലോകത്തേക്ക് വരുന്നത്? എങ്ങനെ വരുന്നത്? പന്നിയുടെ കോലത്തിൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പന്നിയുടെ രൂപത്തിലാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കാമീൻ പറയും, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എന്തോ ഒരു തരത്തിലുള്ള അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോ ആലോചിക്കും. കാസർഗോഡ് ജില്ലയിൽ നമ്മൾ കേട്ടു, ഒരു വർഷം മുമ്പ് പള്ളിയെടുക്കാൻ വേണ്ടി മണ്ണ് മാന്തിയതാ. നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ഒരു മയ്യത്ത് കാണുന്നു, ഖബർ കാണുന്നു. പൊക്കി നോക്കുമ്പോ 13 കൊല്ലം മുന്നേ മരണപ്പെട്ടു പോയ ആമു എന്ന ഉപ്പാന്റെ മയ്യത്താണ്. ഒരു കുഴപ്പമില്ല, 13 കൊല്ലായി കിടക്കുന്നു, കഫൻ തുണിക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു വെള്ള തുണി എടുത്ത് മണ്ണിലേക്ക് വെക്ക്, രാവിലെ വെച്ച് 2 ദിവസമാകുമ്പോഴേക്ക് അല്ല 1 ദിവസം കഴിഞ്ഞാൽ ആ വെള്ളത്തുണി മുഷിയാൻ തുടങ്ങും. 4 ദിവസമായി കഴിഞ്ഞാൽ മണ്ണോട് അലിഞ്ഞു ചേരും, ഒന്നും ഇല്ലാതെയായി പോകും അല്ലേ. ഇത് 13 കൊല്ലം ഖബറിൽ കിടന്നു, 3 കഷ്ണം തുണി, ആ കഫം പുടവക്ക് പോലൊന്നും പറ്റിയില്ല. ആ ഉപ്പ അവിടെ അന്തസ്സോടെ കിടക്കാണ് കാസർഗോഡ് ജില്ലയിൽ. ഇന്നലെ എനിക്ക് കാഞ്ഞങ്ങാടായിരുന്നു പരിപാടി. ഈ പറഞ്ഞ ആമു എന്ന് പറയുന്ന ഉപ്പായുടെ ഏതോ ഒരു റിലേറ്റീവ്സിനെ എനിക്ക് ആ യാത്രയിൽ കണ്ടുമുട്ടാൻ സാധിച്ചു. ഞാനത് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഇങ്ങനെ കാസർഗോഡിലുള്ള യാത്രയിൽ ആ ഒരു സഹോദരനെ എനിക്ക് കാണാൻ പറ്റി, സംസാരിച്ചു. ആ ഒരു സഹോദരൻ കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ആ ആമു എന്ന ഉപ്പായെ സംബന്ധിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞത് കേട്ടു. വല്ലാത്ത സങ്കടം. എന്റെ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ 13 കൊല്ലായി ഖബറിനകത്ത് കിടക്ക, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ എത്രയോ മനുഷ്യന്മാർ. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നല്ല കുളൂസിൽ ഇങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റും അല്ലെ. എപ്പോഴാ മരിച്ചുപോയി? വാട്സപ്പ് എടുത്തു നോക്കുമ്പോൾ എത്ര മരണങ്ങളാ ഓരോ ദിവസവും സംഭവിക്കുന്നത്. ഇന്നലെ മിനിയാന്ന് ഒരു ചെറുപ്പക്കാരൻ കുട്ടി ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഹബീബായ തങ്ങളെ പറ്റി മനോഹരമായ ഒരു പാട്ടൊക്കെ പാടി അത് ഇന്ന് പുറത്തിറക്കാനിരിക്കുകയാണ്. ആ പുറത്തിറക്കുന്ന പാട്ട് കാണാൻ
ഭാഗ്യമില്ലാതെ റിലീസിംഗിന്റെ സമയത്തിന്റെ മുമ്പ് ആക്സിഡന്റ് ഇല്ല ചെറിയ ചെറുപ്പക്കാരൻ ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി. ഇങ്ങനെ എത്രയോ പേര് ഫോൺ എടുത്ത് ഓപ്പൺ ആക്കിയാൽ അല്ലെ, രാവിലെ ഉറക്കണീറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ എന്താ ഇന്നാലില്ല എന്ന നോട്ടിഫിക്കേഷനാ കാണുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കും 30 മരിച്ചു, 25 മരിച്ചു, 40 മരിച്ചു. എന്ത്? സൈലന്റ് അറ്റാക്ക്, ക്യാൻസർ, ആക്സിഡന്റ്. ഇതാണ് നമ്മൾ നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനത്തെ നിരന്തരമുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പെട്ടെന്നുള്ള മരണം കുറവായിരുന്നു. ഇന്നത് വളരെ ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അങ്ങനെ പായക്കകത്ത് കിടക്കുമ്പോ മുഅ്മിനീങ്ങളെ കൊണ്ടുപോകാൻ വല്ലതും വേണ്ടേ? അള്ളാന്റെ മുന്നിലേക്ക് വെറും കൈയോടെ പോകാൻ പറ്റുമോ? ഒറ്റക്കുള്ള യാത്രയാണ്. കയ്യിൽ വല്ലതും ഇല്ലാതെ എങ്ങനെ റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലും? കാട്ടിലാണ് നാളെ മണിയറ, ഖനമേറിടുന്ന കല്ല ദിന്റെ മീതേ. മണ്ണിലേക്ക് പോകേണ്ടവരാണ്, ആ പരിശുദ്ധമായ ലോകത്തിലേക്ക്. അല്ലാഹു നമ്മൾക്ക് നല്ല പോലെയുള്ള യാത്ര തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2 വിഭാഗം പറഞ്ഞു. മദീനത്തെ ഒരു സഹോദരിയുടെ സംഭവം അല്ലാമ ഇബ്നു അബി ദുനിയ രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയ ഒരു സഹോദരിയുടെ സംഭവമാണ്. അള്ളാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. മദീനത്തൊരു ചെറുപ്പക്കാരനുണ്ട്. ചെറുപ്പക്കാരന്റെ സഹോദരി മരണപ്പെട്ടു. ഇദ്ദേഹം വർഷങ്ങൾ അധ്വാനിച്ച പൈസ പേഴ്സിനകത്ത് സൂക്ഷിച്ച് പോക്കറ്റിൽ വെച്ചിരുന്നു. സഹോദരി മരണപ്പെട്ടു, രാവിലെ മരണപ്പെട്ടു. സഹോദരിയുടെ ഖബറടക്കം കഴിഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് വന്നു. നോക്കുമ്പോഴാണ് പോക്കറ്റിൽ കിടന്ന പൈസ കാണാനില്ല. മദീനത്ത് നടന്ന സംഭവമാണ്. പ്രഗത്ഭരായ ആലിമീങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വീട്ടിൽ വന്നു നോക്കുമ്പോ പോക്കറ്റിൽ കിടന്ന പൈസ കാണാനില്ല. ആളുകളോടൊക്കെ ചോദിച്ചു, ആർക്കും അറിയില്ല. ആരോ പറഞ്ഞു കൊടുത്തു, പെങ്ങളെ ഖബറിലേക്ക് വെക്കുമ്പോ പോക്കറ്റിൽ കിടന്ന പണം ഖബറിലേക്ക് വീണു പോയിട്ടുണ്ടാകും. പോക്കറ്റിൽ കിടന്ന പണം ഖബറിലേക്ക് വീണു പോയിട്ടുണ്ടാകും. ആരോ പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ചെറുപ്പക്കാരൻ നേരെ പള്ളിയിലേക്ക് ചെന്നു. ഖബർ മാന്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. കുറച്ചു മുമ്പെയാണ് പെങ്ങളെ ഖബറിലേക്ക് വെച്ചത്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞു. പോക്കറ്റിൽ കിടന്ന വർഷങ്ങളുടെ അധ്വാനം പെങ്ങളെ ഖബറിലേക്ക് വെച്ചപ്പോ കീസയിൽ നിന്ന് താഴോട്ട് പോയിട്ടുണ്ടാകും. അതെടുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് മാന്തുകയാണ്. തന്റെ സഹോദരിയുടെ മണ്ണ്, ഖബറിന്റെ മണ്ണുകൾ മുഴുവനും മാന്തി അടിഭാഗത്തുള്ള ആ സ്ലാബ് കല്ലെടുത്തു മാറ്റി. നോക്കുമ്പോ ആ ഭാഗത്തുനിന്ന് ഇദ്ദേഹത്തിന്റെ പേഴ്സ് ലഭിച്ചു. പക്ഷെ മനസ്സ് തകർന്നു പോകുന്ന, വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുകയാണ്. ആ ചെറുപ്പക്കാരൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു. വീട്ടിലേക്ക് ഓടിച്ചെന്നു. മാതാവിന്റെ മുന്നിൽ ചെന്നിട്ട് ഉമ്മായോട് പറഞ്ഞു, ഉമ്മ അഖ്ബിർനി അമ്മ ഉഖ്തി, എന്റെ പെങ്ങള് അവൾ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരുമോ? അഖ്ബിർനി അമ്മ ഉഖ്തി, എന്റെ പെങ്ങള് ചെയ്തു പോയ പാപങ്ങളൊന്ന് പറഞ്ഞു തരുമോ ഉമ്മ? അവള് ചെയ്തു പോയ തിന്മകളൊന്ന് പറഞ്ഞു തരുമോ? ഉമ്മ പറഞ്ഞു, മോനെ, നിന്റെ പെങ്ങള് മരിച്ചു പോയതല്ലേ, മരിച്ചവരെ പറ്റിയിട്ടോ തിന്മകൾ പറയാൻ പറ്റുമോ? അവരെ പറ്റി നല്ലതല്ലേ പറയാൻ പറ്റുമോ? നേരത്തെ മകൻ പറഞ്ഞു, ഉമ്മ, ഞാൻ വെറുതെ ചോദിച്ചതല്ല, ഞാൻ എന്റെ പേഴ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പെങ്ങളുടെ ഖബർ തുറന്നു നോക്കിയപ്പോ എന്റെ പേഴ്സ് എനിക്ക് ലഭിച്ചു. പക്ഷേ ഫഹാദിഹി മുസ്തഖിലു ഫിന്നാർ. ഉമ്മാ, നമ്മുടെ പൊന്നു പെങ്ങളുടെ ഖബറുണ്ടല്ലോ, തീഗോളമാണുമ്മ, തീകുണ്ടാരമാണുമ്മ. ഫഹാദിഹി മുസ്തഖിലു ഫിന്നാർ. നമ്മുടെ പൊന്നു പെങ്ങളുടെ ഖബറിൽ നിറയെ തീയാണുമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മാതാവ് അവിടെ പറയാൻ തുടങ്ങി, മോനെ, നിന്റെ പെങ്ങളുണ്ടല്ലോ 3 തരത്തിലുള്ള പാപങ്ങളാ ചെയ്തുകൊണ്ടിരുന്നത്. ഖബറിലേക്ക് വെച്ചപ്പോ ഖബർ നിറയെ തീയാണല്ലോ. ഉമ്മ കേൾക്കുമ്പോ നല്ല ചിരിയാണ്, കേൾക്കുമ്പോ നല്ല രസമാണല്ലോ. ആഖിറത്തിന്റെ ലോകത്തിന്റെ കഥകളാണല്ലോ, ഏതെങ്കിലും കഥാകൃത്ത് പറഞ്ഞതല്ല, ആലിമീങ്ങൾ കിതാബിലൂടെ രേഖപ്പെടുത്തിയതാണ്. റബ്ബേ, ആ
മാതാവ് അവിടുന്ന് പറയാൻ തുടങ്ങി. മാതാവ് പറയുന്നു, മോനെ, നിന്റെ പെങ്ങള് ചെയ്തു പോയത് 3 പാപങ്ങളാണ്. ഒന്നാമത്തെ പാപം എന്താണെന്നറിയോ? അവിടുന്നതാ പറഞ്ഞു കൊടുക്കുന്നു, അവള് ഗീബത്ത് നമീമത്ത് പറയുന്നവളാണ്. പാതിരാത്രി സമയം വന്നോ അയൽവാസികൾ പറയുന്ന രഹസ്യമുണ്ടല്ലോ, അയൽവാസികൾ പറയുന്ന രഹസ്യമുണ്ടല്ലോ, അത് കാതോർത്തുകൊണ്ട് നാടായ നാട് മുഴുവനും പറഞ്ഞു നടക്കുന്നവളാ. രണ്ടാമത്തെ പാപം എന്താണെന്നറിയോ? ഓഹർ ബാഗ് കൊടുക്കുമ്പോ നിന്റെ പെങ്ങള് പറയും, ഉമ്മ അസർ ബാഗ് കൊടുക്കാൻ നേരം ഒരുപാടുണ്ട്. അസർ കൊടുത്താ പറയും, ഉമ്മ മഗ്രിബിന്റെ നേരം ഒരുപാടുണ്ടല്ലോ. ഇങ്ങനെ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവളാണ്. നിസ്കാരത്തെ പ്രയാസത്തോടെ നിസ്കരിക്കാതെ സമയത്തെ തൊട്ട് മാറ്റി നിർത്തുന്നവളാണ്. സമയത്തെ തൊട്ട് പിന്തിപ്പിക്കുന്നവളാണല്ലോ. ഒരു കാരണവുമില്ലാതെ നിസ്കാരത്തെ നിസാരമാക്കുന്നവളാണ്. മൂന്നാമത്തെ തെറ്റെന്തെന്നറിയോ? അവൾ അശുദ്ധി വന്നു കഴിഞ്ഞാൽ കൃത്യമായി ശുദ്ധീകരണം ചെയ്യാത്തവളാണ്. സ്ത്രീകളാകുമ്പോ അശുദ്ധി ഉണ്ടാകുമല്ലോ, കൃത്യമായിട്ടത് ശുദ്ധീകരണം ചെയ്യാത്തവളാണ്. ഈ 3 പാപങ്ങളുമാണ് നിന്റെ പെങ്ങള് ചെയ്തതെന്ന് എനിക്കറിയാം. മാതാവ് അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് തന്നെ പ്രതിജ്ഞയെടുത്തോ, ഞാൻ എന്റെ ജീവിതത്തിലോ നിസ്കാരത്തെ ഞാൻ ഒരു കാരണവുമില്ലാതെ പിന്തിപ്പിക്കുകയില്ല. ഒരാളെയും ഞാൻ ഗീബത്ത് പറയില്ല. ഈ സമയത്ത് പ്രതിജ്ഞയെടുത്തോ. ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹു തആല നിലനിർത്താൻ വേണ്ടി പറഞ്ഞ നല്ല പറഞ്ഞിട്ടില്ലല്ലോ, നിസ്കാരം നിലനിർത്തണം. നിങ്ങൾ നിസ്കരിക്കുന്നല്ല, നിങ്ങൾ നിസ്കാരം നിലനിർത്ത് എന്ന ഖുർആൻ പറഞ്ഞത്. നിസ്കരിക്കാൻ എല്ലാവർക്കും കഴിയും, വല്ലപ്പോഴൊക്കെ അല്ലേ കൊല്ലത്തി പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ നിസ്കരിക്കുക എന്നല്ല, നിസ്കരിക്കുക എന്നതല്ല സംഭവം, നിസ്കാരം നിലനിർത്തലാണ്. ഒന്നുപോലും ഒഴിയാതെ നിസ്കാരം നിലനിർത്താൻ നമുക്ക് സാധിക്കണം. മഹാനായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ, ഫത്ഹ് അലി ഖാൻ എന്നറിയപ്പെടുന്ന മഹാനായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്തിൽ മനോഹരമായ ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. മൈസൂർ പോയാൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ്, 3-4 ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് അവിടെ പോയി ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ അവരുടെ മഖാം സിയാറത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 3 ഖബറുണ്ട്. അവരും അവരുടെ ഉപ്പായും ഉമ്മായും വലിയ മഹാനായിരുന്നു. ഹൈദർ അലിയുണ്ട്, അവരുടെ ഉമ്മയുണ്ട്, ടിപ്പു സുൽത്താന്റെ ഉമ്മയുണ്ട്. ഇങ്ങനെയുള്ള 3 മഖാം മൈസൂർ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നല്ലൊരു മനോഹരമായ ഒരു പള്ളിയുണ്ട് അല്ലെ? കണ്ടവരുണ്ട് സദസ്സിൽ ടിപ്പുവിന്റെ പള്ളി കണ്ടവർ ഒന്ന് കൈപൊക്കിയാട്ടെ. കണ്ടവര് മൈസൂർ ടിപ്പു സുൽത്താന്റെ പള്ളി കാണാ, 4-5 പേര് കണ്ടിട്ടുണ്ട്. ആ പള്ളിയുടെ ഉദ്ഘാടനം വരിക, മനോഹരമായ പള്ളിയൊക്കെ ഉണ്ടാക്കി ഉദ്ഘാടനത്തിന്റെ സുദിനം വന്നു. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. മഹാനായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ അവിടെയുള്ളവരോട് പറഞ്ഞു, ഇതിന്റെ ഇനാഗുറേഷൻ, ഇതിന്റെ ഉദ്ഘാടനം ഞാനല്ല നിർവഹിക്കുന്നത്. ഒരു കണ്ടീഷൻ ഉണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്താ കണ്ടീഷൻ? പ്രായപൂർത്തിയായത് മുതൽ ഇന്ന് വരെ ഒരു നിസ്കാരം പോലും ഖളാ ആക്കാതെ നിർവഹിച്ചവരുണ്ടോ? സ്റ്റേജിലുള്ള ആളുകളൊക്കെ കിടുകിടാ വിറച്ചു. മഹാനായ ഷഹീദ് മില്ലത്ത് ടിപ്പുവിന്റെ ആഹ്വാനമാണ്. ആരാണ് ഇന്നേ വരെ പ്രായപൂർത്തി എത്തിയത് മുതൽ ഒരു നിസ്കാരം പോലും ഖളാ ആക്കാതെ നിർവഹിച്ച ആരാണ് ഇവിടെയുള്ളത്? ഒരാൾക്ക് പോലും അവിടെ നിന്ന് കൈപൊക്കാൻ പറ്റിയില്ല. ഒരാള് പോലും അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയില്ല. പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, ഒരാളും അവിടെ നിന്ന് പറഞ്ഞില്ല. നേരത്തെ ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ ബഹുമാനപ്പെട്ടവരുടെ പറയുകയാണ്, ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ്. കാരണം എനിക്ക് ഓർമ്മ വെച്ചത് മുതല്, എനിക്ക് നമസ്കാരം പഠിച്ചത് മുതല് ഞാൻ ഇന്നേ വരെ ഒരു നമസ്കാരം കളയാക്കിയിട്ടില്ല. മാത്രമല്ല ഒരു നമസ്കാരം പോലും ജമാഅത്തല്ല
അല്ലാതെ ജമാഅത്തായിട്ടല്ലാതെ ഞാൻ ഇന്നേ വരെ നമസ്കരിച്ചിട്ടില്ല. ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഷഹീദേ മില്ലത്തിനെ പോലെ തിരക്കുള്ള മനുഷ്യന്മാരൊക്കെ ഭൂമിയിൽ തന്നെ ഉണ്ടോ? അത്രയധികം ബിസി. ഈ രാജ്യം മുഴുവനും മൈസൂരിന്റെ ഇങ്ങോട്ട് മലബാർ മേഖല മുഴുവനും തന്റെ അധീനതയിൽ കൊണ്ടു നടന്ന മഹാനായ ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു നിസ്കാരം പോലും എന്താക്കിയിട്ടില്ല, കളാക്കിയിട്ടില്ല. ഒരു സാധാരണക്കാരനല്ല, ഈ നാട്ടിലെ ഭരണാധികാരി, ചില്ലറ ഭരണാധിപനല്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ, ആ സൈന്യത്തെ കിടികിടാ വിറപ്പിച്ച മൈസൂർ സിംഹം എന്നറിയപ്പെടുന്നത് അങ്ങനത്തെ ഭരണാധിപൻ ഒരു നിസ്കാരം പോലും അവോയ്ഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, മുഴുവൻ നിസ്കാരവും ജമാഅത്തായിട്ടാണ് നിർവഹിച്ചത്. ആര്? രാഷ്ട്രത്തലവൻ, ഭരണാധിപൻ. നമ്മുടെ തിരക്കുകൾക്ക് വല്ല അർത്ഥമുണ്ടോ? നമ്മുടെ തിരക്കുകൾക്ക് വല്ല അർത്ഥമുണ്ടോ? മിനാത്തുകളെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ, വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് നിസ്കാരം നിസ്കാരം നിലനിർത്തുക എന്നാ പറഞ്ഞത്. അത് നിലനിർത്താൻ പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ വിഭാഗം നിസ്കാരത്തെ നിസാരപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ മുന്നിലേക്ക് പോകുന്നത് ഏത് രൂപത്തിൽ? പന്നിയുടെ കോലത്തിൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ വിഭാഗം നാളെ പരലോകത്തിലോട്ട് കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, മുആദേ നാളെ പരലോകത്തിലോട്ട് കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? ആരാണെന്നറിയുമോ? വിശാലമായ പർവ്വതം പോലെയുള്ള വയറുമായി വരികയാണ്. അവരുടെ വയറിന്റെ ഉള്ളില് പാമ്പുകളാണല്ലോ, വയറിന്റെ ഉള്ളില് തേളുകളാണല്ലോ. ആ രൂപത്തിൽ നാളെ പരലോകത്തിലോട്ട് കടന്നു വരികയാണ്. വിശാലമായ പർവ്വതം പോലെയുള്ള ബുത്തൂനുഹും, അവരുടെ വയറ് വിശാലമാണ്, പർവ്വതം പോലെ വീർത്തിരിക്കുകയാണ്. ആ വയറിനകത്ത് പാമ്പുകളാണ്, തേളുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരല്ലാത്തോണ്ടാണ് ഞാൻ ഹദീസ് ഒന്നും പറഞ്ഞ് കൂടുതൽ സമയം അതിനാവശ്യമായി വരുന്നു എന്നുള്ളത് കൊണ്ട് അർത്ഥം മാത്രം പറഞ്ഞിട്ട് ആളുകൾക്ക് അത് മതിയല്ലോ, അതുകൊണ്ട് അത് മാത്രം പറഞ്ഞു പോവാണ്. വിശാലമായ പർവ്വതം പോലുള്ള വയറാണ്, ആ വയറിന്റെ ഉള്ളിൽ പാമ്പുകളാണ്, ആ വയറ്റിനകത്ത് തേളുകളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ വിഭാഗം മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, നബിയേ ആരാണ് നബിയേ, ആരാണ് നബിയേ? നാളെ പരലോകത്തിലേക്ക് വരുന്ന മൂന്നാമത്തെ വിഭാഗം ആരാണ് നബിയേ? നമ്മുടെ പരിപാടിയുടെ ബക്കറ്റ് കളക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെലവ് ഈ പരിപാടിക്കുണ്ട്. നിങ്ങളൊക്കെ എന്ത് ചെയ്യാം? നല്ല നിയ്യത്തോടു കൂടി നല്ലൊരു സ്വതക്ക എല്ലാവരും കൊടുക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ സഹോദരിമാരും ആഖിറത്തെ ഓർത്ത്, റബ്ബിനെ ഓർത്ത്, നമ്മുടെ ഉപ്പയും ഉമ്മയും വല്ലിപ്പയും പലരും ആറടി മണ്ണിന്റെ ചുവട്ടിലാണ് ഉള്ളത്. എല്ലാവരും ഓർത്തുകൊണ്ട് നല്ലൊരു സ്വതക്ക കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ വിഭാഗം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, വിശാലമായ വയറുമായിട്ട് വരികയാണ്. പാമ്പുകളാണ്, തേളുകളാണല്ലോ. ആ രൂപത്തിൽ റബ്ബിന്റെ മുന്നിലേക്ക് വരുന്നവര് അവരാരെന്നറിയുവോ? സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്നതാ പറഞ്ഞു കൊടുക്കുകയാണ്. സക്കാത്ത് കൊടുക്കാത്തവരാണ്, സക്കാത്ത് കൊടുക്കാത്തവരാണ്. അവധി എത്തിക്കഴിഞ്ഞ നിസാബുണ്ടല്ലോ, അല്ലാഹുവേ അതിന്റെ നിസാബ് വന്നു കഴിഞ്ഞ സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന വിഭാഗമുണ്ടല്ലോ, അവര് നാളെ പരലോകത്തിലേക്ക് വരുമ്പോ വിശാലമായ വയറ് മാത്രമല്ല, വയറ്റിന്റെ ഉള്ളില് പാമ്പുകളാ, തേളുകളാണല്ലോ. ഇത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും, എന്ത് വാക്കാണിത്? നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകർ നുണ പറയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമാ
യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു തആല അവിടെന്ന് പറയാണ് മുത്തുനബി തങ്ങള് വെറുതെ ഹവ പറയില്ല, വെറുതെ തോന്നിയതുപോലെ അങ്ങ് വിളിച്ചു പറയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അവിടെന്ന് പറയുന്നതല്ല, അവിടെന്ന് പറയുന്ന കാര്യമല്ല, അല്ലാഹുവിന്റെ വഹിയാണ്, റബ്ബിന്റെ വഹിന്റെ വെളിച്ചമാണ്, അല്ലാഹു തആലയുടെ വഹിന്റെ വെളിച്ചമാണ്. മുത്തുനബി തങ്ങൾ നമ്മളോട് പറയുന്നത്, ആ റസൂലുള്ള പറയുന്ന മുആദേ, സക്കാത്ത് വിലങ്ങുന്ന ആളുകള്, സക്കാത്ത് കൊടുക്കാത്ത ആളുകള്, അവര് റബ്ബിന്റെ കോടതിയില് ഈ രൂപത്തിൽ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളോട് ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത്.